വെൽക്കം. തേമനാണ്. മൈക്രോബയോളജിയുടെ സീരീസിൽ ഗ്രാം നെഗറ്റീവ് കോക്കയെ കുറിച്ചിട്ടാണ് നമുക്ക് പറയേണ്ടത്. ഗ്രാം പോസിറ്റീവ് കോക്കയെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ നമുക്ക് പറയേണ്ടത് ഒന്ന് നിസീരിയാണ്. നിസീരിയെ പറ്റി പറയണം. രണ്ടാമത്തെ ഉള്ളത് മൊറാക്സെല്ലയാണ്. മൊറാക്സെല്ല ആൻഡ് നിസീരിയാണ് ഗ്രാം നെഗറ്റീവ് കോക്കയിൽ നമുക്ക് പറയേണ്ടത്. ആൻഡ് നിസീരിയയിൽ നമുക്ക് രണ്ടെണ്ണം പ്രധാനപ്പെട്ടാണ്. ഒന്ന് ഈ നിസീരിയ മെനിഞ്ചൈറ്റിഡിസ് ആണ്. രണ്ടാമത്തത് നിസീരിയ ഗൊണേറിയാണ്. HOEAE നിസീരിയ ഗൊണേറിയ. സോ ഇത് രണ്ടും ബോത്ത് പാത്തോജനിക് ടു ഹ്യൂമൻസ് ആണ്. സോ നമുക്ക് നിസീരിയ മെനിഞ്ചൈറ്റിഡിസിനെ പറ്റി ഈ വീഡിയോയിൽ പറയാം. സെപ്പറേറ്റ് വീഡിയോയിൽ നമുക്ക് നിസീരിയ ഗൊണേറിയയെ പറ്റി സെപ്പറേറ്റ് വീഡിയോയിലായിരിക്കും പറയാം. അപ്പോൾ നിസീരിയ മെനിഞ്ചൈറ്റിഡിസ് ആയാലും ഗൊണേറിയ ആയാലും ഗ്രാം നെഗറ്റീവ് കോക്കയാണെന്ന് പറഞ്ഞു. സോ ദിസ് ദ ഫസ്റ്റ് പോയിന്റ്. ഗ്രാം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് ചെയ്താൽ എന്ത് കളർ കിട്ടണം? അത് കിട്ടുന്നത് പിങ്ക് ടു റെഡ് കളർ ഗ്രാം സ്റ്റെയിനിങ് ആയിരിക്കും കിട്ടുക. ആ കളറിലായിരിക്കും ബാക്ടീരിയ കാണുക. രണ്ടാമത്തെ ചോദ്യം, ഇത് മൂന്നാമത്തെ പോയിന്റ്. ഇത് എയ്റോബിക് ആണോ അനൈറോബിക് ആണോ അല്ലെങ്കിൽ ഫാക്കൽറ്റേറ്റീവ് അനൈറോബ് ആണോ എന്ന് ചോദിച്ചാൽ ദീസ് ടു രണ്ടും എയ്റോബിക് ആണ് എന്ന് നമുക്ക് പറയാം. സോ ദീസ് ആർ എയ്റോബിക് ഗ്രാം നെഗറ്റീവ് കോക്കയാണ്. സോ കോക്കയെ തന്നെ എങ്ങനത്തെ കോക്കയാണെന്ന് ചോദിച്ചാൽ ദീസ് ആർ നാലാമത്തെ ഡിപ്ലോ കോക്കയാണ്. ഡിപ്ലോ കോക്ക എന്ന് പറയുമ്പോൾ രണ്ട് ബാക്ടീരിയകൾ ഒരുമിച്ച്, അത് മെനിഞ്ചൈറ്റിഡിസ് ആയാലും ഗൊണേറിയ ആയാലും രണ്ടും ഒരുമിച്ച് ആണ് കാണുക. സോ അപ്പൊ ഇതിന്റെ കോക്കയാകുമ്പോൾ ഷേപ്പ് റൗണ്ട് ആയിരിക്കണമല്ലോ. ഇത് റൗണ്ട് അല്ല എന്നുള്ളതാണ്. ഇതിന്റെ ഷേപ്പ് ഒരു ലെൻസ് ഷേപ്പ് ആണ്. സോ ലെൻസ് പോലെയുള്ള ഒരു ഷേപ്പാണ് നമ്മുടെ ഇതിന് ഉള്ളത്. ഹാഫ് മൂൺ ഓർ സിക്കിൾ. സോ ലെൻസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഹാഫ് മൂൺ പകുതി ചന്ദ്രൻ, അല്ലെങ്കിൽ നമുക്ക് അരിവാൾ പോലെ സിക്കിൾ ഷേപ്പ് എന്നും നമുക്ക് പറയാം. സോ ഇങ്ങനെ രണ്ടെണ്ണം ചേർന്നിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ ഡിപ്ലോകോക്കയാണ്. ആൻഡ് ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു ക്യാപ്സ്യൂൾ ഉണ്ട് എന്നുള്ളതാണ്. സോ അഞ്ചാമത്തെ പോയിന്റ് അതാണ്. സോ ദിസ് ഇസ് ക്യാപ്സുലേറ്റഡ് ഓർ നമുക്കതിനെ എൻകാപ്സുലേറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ നിസീരിയ ഗൊണേറിയക്ക് ഇങ്ങനെ ക്യാപ്സ്യൂൾ ഇല്ല എന്നുള്ളതാണ് ഷേപ്പും വ്യത്യാസം. ആൻഡ് ഇനി ഇതിനെ വളർത്തി കഴിഞ്ഞാൽ അതിന്റെ കോളനി ഒരു സർക്കുലാർ ഷേപ്പിലായിരിക്കും. സോ കോളനി ഒരു സർക്കുലാർ ഷേപ്പ് ആയിരിക്കും എന്നുള്ളതാണ്. ഗൊണേറിയ ആണെങ്കിൽ ഇറഗുലർ ഷേപ്പ് ആയിരിക്കും കാണുക. ഇനി അടുത്ത ചോദ്യം, ഇത് മോട്ടൈൽ ആണോ അല്ലയോ എന്നുള്ളതാണ്. മോട്ടൈൽ ആണോ എന്ന് വെച്ചാൽ ദിസ് ഇസ് നോൺ മോട്ടൈൽ ആണ്. സോ ദിസ് ഇസ് നോൺ മോട്ടൈൽ ആണ്. ആൻഡ് നിസീരിയ ഗൊണേറിയയും നോൺ മോട്ടൈൽ ആണ്. ഇനി ഇവയുടെ ബയോകെമിക്കൽ ടെസ്റ്റുകൾ നമ്മൾ പറഞ്ഞാൽ രണ്ടും കാറ്റലൈസ് പോസിറ്റീവ് ആണ്. രണ്ടും എന്ന് പറഞ്ഞാൽ നിസീരിയ ഗൊണേറിയ ആയാലും മെനിഞ്ചൈറ്റിസിമയുടെ പറയുന്നത് മെനിഞ്ചൈറ്റിഡിസ് ആണ്. കാറ്റലൈസ് പോസിറ്റീവ് ആണ്. എന്താണ് കാറ്റലൈസ് ടെസ്റ്റ് എന്നുള്ളത് നമ്മൾ സ്റ്റെഫലോക്കോക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. രണ്ടും ഓക്സിഡൈസ് പോസിറ്റീവ് ആണ്. കാറ്റലൈസ് പോസിറ്റീവ് ആണ്. ഇനി നിസീരിയ ഗൊണേറിയയുമായിട്ടുള്ള വ്യത്യാസം. ഇപ്പോൾ നമുക്കിവിടെ നിസീരിയ മെനിഞ്ചൈറ്റിഡിസ്, ഇവിടെ നിസീരിയ ഗൊണേറിയ എഴുതി കഴിഞ്ഞാൽ വ്യത്യാസം എന്ന് വെച്ചാൽ ഫെർമെന്റേഷൻ ടെസ്റ്റ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നിസീരിയ മെനിഞ്ചൈറ്റിഡിസ് ഇത് ഗ്ലൂക്കോസിനെയും ഫെർമെന്റ് ചെയ്യും. സോ ഇറ്റ് ക്യാൻ ഫെർമെന്റ് ഗ്ലൂക്കോസ് പ്ലസ് ഓൾസോ മാൾട്ടോസിനെയും ഗ്ലൂക്കോസിനെയും ഫെർമെന്റ് ചെയ്യാം. സോ മെനിഞ്ചൈറ്റിഡിസിലെ M ഈസ് ഫോർ മാൾട്ടോസ് ആണ്. പക്ഷേ നിസീരിയ ഗൊണേറിയ G ഫോർ ഗ്ലൂക്കോസ് ആണ്. ഓൺലി ഫോർ ഗ്ലൂക്കോസിന് മാത്രമാണ്, നോട്ട് ഫോർ മാൾട്ടോസിനെ ഫെർമെന്റ് ചെയ്യില്ല എന്നുള്ളതാണ് വ്യത്യാസം. രണ്ടായാലും പക്ഷേ സുക്രോസിനെ ഫെർമെന്റ് ചെയ്യില്ല എന്നുകൂടി ഓർക്കുക. ഇനി ഇവയെ വളർത്താനുള്ള കൾച്ചർ മീഡിയാസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ബ്ലഡ് അഗാറിൽ നമുക്ക് വളർത്താം. ദെൻ ചോക്ലേറ്റ് അഗാർ എന്താന്നൊക്കെ നമ്മൾ കൾച്ചർ മീഡിയയിൽ പറഞ്ഞാണ്. ബ്ലഡ് അഗാർ ചൂടാക്കുന്നതാണ്, അതിലും വളർത്താം. ദെൻ ഇങ്ങനെ വളർത്തിയാൽ ദിസ് ഹീമോലിസിസ് ഉണ്ടാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ഗാമാ ഹീമോലിറ്റിക് ആണ് എന്ന് വെച്ചാൽ നോ ഹീമോലിസിസ് ഇല്ല എന്നുള്ളതാണ്. ഗാമാ ഹീമോലിസിസ് ആണ്, നോ ഹീമോലിസിസ്. സോ ഇനി ഇവ വളർത്താനുള്ള സ്പെഷ്യൽ മീഡിയംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ മീഡിയത്തിന്റെ പേരാണ് തയർ മാർട്ടിൻ അഗർ മീഡിയത്തിൽ ഇതിനെ വളർത്താം. ആൻഡ് ഇതിനകത്ത് വാങ്കോമൈസിൻ ഉണ്ട്, ദെൻ ഓൾസോ കോളിസ്റ്റിൻ ഉണ്ട്, ആൻഡ് ഓൾസോ നിസ്റ്റാറ്റിൻ. സോ തയർ മാർട്ടിൻ VCN മീഡിയ എന്നാണ് നമ്മൾ വിളിക്കുക. ആൻഡ് ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് പ്ലസ് ട്രൈമെത്തോപ്രിം ഇതുണ്ട് പ്ലസ് ട്രൈമെത്തോപ്രിം എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ വിളിക്കുക മോഡിഫൈഡ് തയർ മാർട്ടിൻ മീഡിയ എന്ന് നമ്മൾ വിളിക്കാം. അല്ലെങ്കിൽ അതിനെ മാർട്ടിൻ ലെവിസ് മീഡിയ എന്ന് നമുക്ക് വിളിക്കാം. ഇതാണ് സുപ്രധാന മീഡിയകൾ ഇതിനെ വളർത്താൻ ഉപയോഗിക്കുന്നത്. പിന്നെ പറഞ്ഞുള്ളത് ന്യൂയോർക്ക് സിറ്റി മീഡിയം, അതിനകത്തും നമുക്ക് ഇതിനെ വളർത്താം. ഇനി നമുക്കിതിന്റെ വിറുലൻസ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്യാപ്സുലേറ്റഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇറ്റ് ഹാസ് എ ക്യാപ്സുലേറ്റഡ് ആകുമ്പോൾ ക്യാപ്സുൽ ഉണ്ട്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ക്യാപ്സുലാർ പോളിസാക്കറൈഡ് കൊണ്ടുള്ള ക്യാപ്സുലാണ്. സോ ഈ ക്യാപ്സുൽ മൂലം ഇത് ബാക്ടീരിയയെ നമ്മുടെ WBC സെൽ ഫാഗോസൈറ്റോസോ ഇൻഹിബിറ്റ് ഫ്രം ഫാഗോസൈറ്റോസിസ് ചെയ്യുന്നത് തടയാനായിട്ട് ഇത്
രക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഈ പോളിസാക്കറൈഡ് വെച്ചിട്ട് ഇതിനെ 13 സീറോ ഗ്രൂപ്പ് നമുക്കാക്കാം. സീറോ ഗ്രൂപ്പ് നമ്മളാക്കുന്നത് ഈ പോളിസാക്കറൈഡ് വെച്ചിട്ടാണ്. അതിൽ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, വൈ ഉണ്ട്, ദെൻ W135 പറയുന്ന ഒരു 5 ഞാൻ പറഞ്ഞത്. ആൻഡ് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതൊന്നും അല്ലാതെ Z അങ്ങനെയൊക്കെ വേറെ പലതുണ്ട്. സോ 13 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് പ്രധാനമായിട്ടും രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ഈ സീറോ ഗ്രൂപ്പ്സ് ആണ്. ആൻഡ് വാക്സിൻ അപ്പം ഉണ്ടാക്കുന്നത് ഓരോ സീറോ ഗ്രൂപ്പിനെതിരായിട്ട് നമ്മൾ വാക്സിൻ ഉണ്ടാക്കണം. ദെൻ രണ്ടാമത്തെ ഉള്ളത് ഒരു ഔട്ടർ മെംബ്രേനിയസ് പ്രോട്ടീൻ ആണ്. OMP എന്ന് നമുക്ക് എഴുതാം. ഔട്ടർ മെംബ്രേനിയസ് പ്രോട്ടീൻസ് വെച്ചിട്ട് ഈ സീറോ ഗ്രൂപ്പിനെ നമ്മൾ സീറോ ടൈപ്പ് ആക്കി നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. സോ ഇതും ഒരു വിർലൻസ് ഫാക്ടർ ആണ്. ദെൻ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് അത് മൂന്നാമത്തെ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ലിപ്പോപോളിസാക്കറൈഡ്. ഇറ്റ് കണ്ടെയ്ൻസ് ലിപ്പോപോളിസാക്കറൈഡ് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊഡ്യൂസസ് എൻഡോടോക്സിൻ ഉണ്ട്. പിന്നെ ഉള്ളത് IgA പ്രോട്ടിയേസ് എന്ന് പറയുന്നത്. സോ ഇമ്മ്യൂണോഗ്ലോബുലിനെ അത് നശിപ്പിക്കും എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് അഞ്ചാമത്തെ നമുക്ക് പൈലി ഉണ്ട് എന്ന് നമുക്ക് എഴുതാം. ഈ പൈലി വെച്ചിട്ടാണ് ഇത് മ്യൂക്കോസൽ സർഫസിൽ ഒട്ടിച്ചേരുക. പിന്നെ നമുക്ക് എഴുതാവുന്നത് ഇതിൽ പ്ലാസ്മിഡ് മീഡിയ അത് റെയർ ആണ്. ഇവയിൽ പ്ലാസ്മിഡ് ഇല്ല എന്ന് പറയാം, റെയർ ആണ്. സോ അതുകൊണ്ട് പ്ലാസ്മിഡ് മീഡിയേറ്റഡ് റെസിസ്റ്റൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇനി ഇവ എവിടെ താമസിക്കുന്നു വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ഇൻട്രാസെല്ലുലാർ, അകത്ത് നെസീരിയ ഗോണറിയ സെല്ലിന്റെ അകത്ത് കയറാം, ഓർ നെസീരിയ ഗോണറിയ സെല്ലിന് പുറത്തുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി ഇൻട്രാസെല്ലുലാർ ഓർ എക്സ്ട്രാ സെല്ലുലാർ ഫോം, രണ്ട് രീതിയിലും ഉണ്ടാകാം എന്നുള്ളതാണ്. ഇനി ഇത് മൂലമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നെസീരിയ മെനിഞ്ചൈറ്റിസ് മൂലമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ നെസീരിയ മെനിഞ്ചൈറ്റിസ് ആണ്. മെനിഞ്ചൈറ്റിസ് ഉണ്ടാകും എന്നുള്ളതാണ്. അതിനെ നമ്മൾ മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അല്ലെങ്കിൽ നമുക്ക് പറയുന്നത് പയോജനിക് മെനിഞ്ചൈറ്റിസ് എന്നും പറയും. സോ ബ്രെയിൻ്റെ ഔട്ടർ ലെയേഴ്സ് ആണ് ഈ മെനിഞ്ചസ് എന്ന് പറയുന്നത്. സോ അതിനെ ബാധിക്കും. ആൻഡ് ലോകത്തിൽ ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എത്യോപ്യ മുതൽ സെനിഗൽ വരെയുള്ള സബ് സഹാറൻ ഏരിയയിലാണ്. സബ് സഹാറൻ ബെൽറ്റ് ഓഫ് ആഫ്രിക്ക, അവിടെയാണ് ഇത് കാണുക. ആൻഡ് അതിൽ തന്നെ വിന്ററിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കൂടുതൽ കാണുന്ന കുട്ടികളിലാണ്. കുട്ടികളിൽ 3 months to 5 years വരെയുള്ള കുട്ടികളിലാണ് ഇത് കാലഘട്ടത്തിലാണ് ഇത് കൂടുതൽ അവരിൽ ഉണ്ടാവുക. ആൻഡ് പടരാൻ പ്രധാന കാരണം ഓവർ ക്രൗഡിങ് മൂലമാണ്. ഓവർ ക്രൗഡിങ് ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഇതിലെ ആവാസ സ്ഥലം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ദാറ്റ് ഈസ് നെയ്സോഫാരിങ്സിലാണ് ഇത് കമൻസിലായിട്ട് താമസിക്കുക. കമൻസൽ അല്ലെങ്കിൽ കാരിയേഴ്സിലൊക്കെ ഇത് കണ്ടുപിടിക്കാം. നെയ്സോഫാരിങ്സിൽ നമുക്ക് കണ്ടുപിടിക്കാം ബൈ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻസ്. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ കഫിംഗ് ആകാം, സ്നീസിംഗ് ആകാം, കിസ്സിംഗ് ആകാം. നെയ്സോഫാരിഞ്ചൽ കാരിയേഴ്സിൽ നിന്ന് ഡ്രോപ്ലെറ്റ് ഇൻഹലേഷൻസ് വഴി തിരക്ക് കൂടിയപ്പോൾ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ ഡോർമിറ്ററീസ്, ഹോസ്റ്റൽ അല്ലെങ്കിൽ ട്രാവലിംഗ് അല്ലെങ്കിൽ മിലിറ്ററി ക്യാമ്പ്, സോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇത് കൂടുതൽ വേഗത്തിൽ പകരും എന്നുള്ളതാണ്. ദെൻ മറ്റൊരു പകരാൻ കൂടുതലുള്ള സാധ്യത ഹജ്ജ് പിലിഗ്രിംസിലാണ്. സോ ഇത് കൂടുതൽ പിടിപെടാൻ സാധ്യതയുണ്ട്. ദെൻ ഇപ്പോൾ വൈറൽ അല്ലെങ്കിൽ മൈക്കോപ്ലാസ്മ ഇങ്ങനെയൊക്കെയുള്ള ഡിസീസസ് ഓർ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരിലും ഇത് വേഗത്തിൽ പടരാം. ദെൻ സിക്കിൾ സെൽ രോഗമുള്ള ആൾക്കാർ. ദെൻ എസ്പ്ലീനിക് എന്ന് പറയുമ്പോൾ സ്പ്ലീൻ ഇല്ലാത്തവരിൽ നമുക്കറിയാം ക്യാപ്സുലേറ്റഡ് ഓർഗാനിസംസ് മൂലമുള്ള രോഗങ്ങൾ വേഗം പിടിപെടാം. സോ അവരിലും ഇത് വേഗത്തിൽ പിടിപെടാം. ദിസ് മെനിഞ്ചൈറ്റിസ് വേഗത്തിൽ ഉണ്ടാകാം. അപ്പോൾ നെയ്സോഫാരിങ്സിൽ തങ്ങുന്ന ഈ മെനിഞ്ചൈറ്റിസ് ഓർഗാനിസം അതിന്റെ പൈലൈ വഴി മ്യൂക്കോസൽ സർഫസിൽ അറ്റാച്ച് ചെയ്യും. ദെൻ IgA പ്രോട്ടിയേസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. സോ ഇതുവഴി നമ്മൾ IgAയുടെ അതിനെ ഇത് ചെയ്യും, ആന്റിബോഡിയെ നമ്മൾ എതിർത്ത് അതിൽ നിന്ന് രക്ഷപ്പെടും. ദെൻ രക്തം വഴി, ഹെമറ്റോജീനസ് സ്പ്രെഡ്, ബ്ലഡ് വഴി ഇത് സ്പ്രെഡ് ചെയ്യാം. ഹെമറ്റോജീനസ് സ്പ്രെഡ് വഴി ഇത് തലച്ചോറിലെത്താം. തലച്ചോർ എന്ന് പറയുമ്പോൾ മെനിഞ്ചസിലാണ് എത്തുക. ദെൻ ബ്ലഡ് CSF ബാരിയർ കടക്കാം. CSFലാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ വേറൊരു വഴി എന്ന് പറഞ്ഞാൽ ഓൾഫാക്ടറി നെർവ് വഴിയാണ്. ഓൾഫാക്ടറി നെർവ് മൂക്കിലുള്ള ഓൾഫാക്ടറി ആ സിസ്റ്റം വഴി തലച്ചോറിലെത്താം. പിന്നെ അപൂർവമായിട്ട് എത്താവുന്നത് കൺജങ്ക്റ്റൈവ വഴിയും വേണമെങ്കിൽ അപൂർവമായിട്ട് ഇത് തലച്ചോറിലെത്താം. ആൻഡ് ഇങ്ങനെ തലച്ചോറിലെത്തിക്കഴിഞ്ഞാൽ പിടിപെട്ട് കഴിഞ്ഞാൽ ചികിത്സിച്ചില്ലെങ്കിൽ ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 80% മുകളിലാണ്. സോ തടയാൻ നമുക്ക് വാക്സിൻസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ സിവിയർ ഹെഡേക്ക് ആണ്, തലവേദന ഭീകരമായിട്ടുള്ള ഉണ്ടാകും. ദെൻ നെക്ക് സ്റ്റിഫ്നെസ്സിനെ നമുക്ക് NUCHL റിജിഡിറ്റി എന്ന് നമുക്ക് വിളിക്കാം. ദെൻ പനി, കടുത്ത പനിയാണ്. ദെൻ ഫോണോഫോബിയ, വെളിച്ചത്തോടും ശബ്ദത്തോടും പ്രശ്നം, ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കും ലക്ഷണങ്ങളായിട്ട് ഉണ്ടാകും. മെനിഞ്ചൈറ്റിസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഡിസെമിനേറ്റഡ് മെനിഞ്ചോകോക്സീമിയാണ്. ഡിസെമിനേറ്റഡ് മെനിഞ്ചോകോക്സീമിയ ഉണ്ടാക്കാം എന്നുള്ളതാണ്. സോ അതിനോടൊപ്പം തന്നെ DIC ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലാർ കോയാഗുലേഷൻ, ഷോക്ക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. സോ ബ്ലഡിലൂടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന ഇവ അതിനകത്തുള്ള ലിപ്പോപോളിസാക്കറൈഡ്സ്
ലിപ്പോപോളിസാക്കറൈഡ്സ് ആൻഡ് ഓൾസോ എൻഡോടോക്സിൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയും. ആൻഡ് ഈ ലിപ്പോപോളിസാക്കറൈഡ്സ് ആൻഡ് എൻഡോടോക്സിൻ എന്ത് ചെയ്യും? സോ ഇത് എൻഡോത്തീലിയൽ സെൽസിന് ഇഞ്ചുറി ഉണ്ടാകും. സോ എൻഡോത്തീലിയൽ സെൽസ് ഇതാണെങ്കിൽ ഇവിടെ അതിന് ഇഞ്ചുറി ഉണ്ടാക്കുമ്പോൾ കാപ്പിലറി പെർമിയബിലിറ്റി കൂടുന്നു. സോ ഇൻക്രീസസ് കാപ്പിലറി പെർമിയബിലിറ്റി ആൻഡ് കാപ്പിലറി പെർമിയബിലിറ്റി ഉണ്ടാക്കുമ്പോൾ ഇതിലൂടെ ഫ്ലൂയിഡ് പുറത്തേക്ക് പോകും. സോ ലോസ് ഓഫ് ഫ്ലൂയിഡ്, ബ്ലഡിൽ നിന്ന് ലോസ് ഓഫ് ഫ്ലൂയിഡ് ഉണ്ടാകും. ആൻഡ് ഓൾസോ ഇതിനകത്ത് ഇൻക്രീസ്ഡ് ആക്ടിവേഷൻ ഓഫ് കൊയാഗുലേഷൻ സിസ്റ്റം, ബ്ലഡ് കട്ടപിടിക്കാനുള്ള സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നു. പ്ലേറ്റ്ലെറ്റ് ഒക്കെ ഇവിടെ കൂടുതലായിട്ട് അപ്പോൾ രക്തം കട്ടപിടിക്കാം, ഇൻട്രാവാസ്കുലർലി കട്ടപിടിക്കാം. സോ ദിസ് വിൽ ലീഡ് ടു ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ. ആൻഡ് ഇവിടുന്ന് ലീക്കേജ് ഉണ്ട്. ലീക്കേജ് ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് ഫ്ലൂയിഡ് കുറയുമ്പോൾ ഹൈപ്പോ ടെൻഷൻ ഉണ്ടാക്കാം ആൻഡ് ലീഡ്സ് ടു ഷോക്ക് അല്ലെ, ഹൈപ്പോടെൻസീവ് ഷോക്ക് ഉണ്ടാക്കാം. ദെൻ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ കട്ടപിടിക്കുമ്പോൾ എന്ത് കുറയും? അപ്പോൾ ത്രോംബോസൈറ്റ്സിന്റെ എണ്ണം കുറയും. സോ ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാക്കും. ആൻഡ് ഇതുമൂലം ഉണ്ടാക്കാവുന്ന പെറ്റിഷ്യൽ റാഷസ് ശരീരത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. എവിടേക്കാണ് കാണുന്നത്? ഇതിന്റെ ട്രങ്കിൽ കാണാം, ഓർ എക്സ്ട്രിമിറ്റീസ്, ലോവർ എക്സ്ട്രിമിറ്റീസിലൊക്കെ കാണാം. ആൻഡ് കൈകാലിന്റെ അറ്റത്തേക്കൊക്കെയുള്ള ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ നമ്മൾ അതിന് വിളിക്കുക ഗാംഗ്രീൻ എന്നാണ്. ഗാംഗ്രീൻ ഇൻ ദ എക്സ്ട്രിമിറ്റീസ് ഉണ്ടാക്കാം. സോ ഷോക്ക് ആൻഡ് ഓൾസോ ബ്ലഡിനകത്ത് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സെപ്റ്റിസീമിയ ഒക്കെ ഉണ്ടാകുന്നത് സഡൻ ഓൺസെറ്റ് ആയിട്ടാണ് ആൻഡ് റാപ്പിഡ് പ്രോഗ്രഷൻ ആയിരിക്കും. ഹൈപ്പോടെൻഷൻ ആൻഡ് എല്ലാ സംഭവങ്ങളും, ഫീവർ ആൻഡ് ഓൾ ഓർഗൻ ഫെയിലിയർ ഒക്കെ ഉണ്ടാകും. ഇതാണ് ഡിസെമിനേറ്റഡ് മെനിഞ്ചോകോക്സിമിയ. ഇനി നിസീരിയ മെനിഞ്ചൈറ്റിഡിസ് മൂലമുള്ള മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വാട്ടർ ഹൗസ് ഫ്രെഡ്രിക്സൺ, FRIDERICHCN ഫ്രെഡ്രിക്സൺ സിൻഡ്രോം, അല്ലെങ്കിൽ നമുക്കതിനെ WFS സിൻഡ്രോം എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇത് നമ്മുടെ ഇപ്പോൾ കിഡ്നി ആണെങ്കിൽ, സോ ദിസ് ഇസ് കിഡ്നി ആണെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു ഗ്ലാൻഡ് ഉണ്ട് നമുക്കറിയാം. അതിനെ നമ്മൾ അഡ്രീനൽ ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. സോ ഈ അഡ്രീനൽ ഗ്ലാൻഡിലാണ് ബാധിക്കുക. അഡ്രീനൽ ഗ്ലാൻഡിൽ ഹെമറേജിക് എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസ് പൊട്ടുന്നതാണ്. അഡ്രീനൈറ്റിസ് എന്ന് ഇതിന് വേറൊരു പേരുണ്ട്. മറ്റൊരു പേര് വാട്ടർ ഹൗസ് ഫ്രെഡ്രിക്സൺ സിൻഡ്രോമിനുള്ള പേരുകളാണ്. മറ്റൊരു പേര് ഫൾമിനന്റ് മെനിഞ്ചോകോക്സീമിയ എന്ന് വിളിക്കും. സോ രണ്ട് വശത്തുള്ള ബൈലാട്രൽ, ഈ വശത്തുള്ള കിഡ്നിയാണ് പറിച്ചത്, ഇപ്പുറത്തുള്ള കിഡ്നിയിലും ഇത് സംഭവിക്കാം. ബൈലാട്രൽ അഡ്രീനൽ ഫെയിലിയർ ഓർ അഡ്രീനൽ ഇൻസഫിഷ്യൻസി ഉണ്ടാകും എന്നുള്ളതാണ് ഈ അസുഖത്തിന്റെ അവസ്ഥ. കാരണം ബിക്കോസ് ഓഫ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, ഇവിടെയുള്ള ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, സ്മോൾ ബ്ലഡ് വെസൽസ് ഓഫ് അഡ്രീനൽ ഗ്ലാൻഡ്സ് തകരുന്നു. സോ ശരീരത്തിൽ വി ക്യാൻ സി വലിയ പെർപ്യൂർ ഉണ്ടാകുന്നു. പെർപ്യൂറ ഫൾമിനൻസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. ആൻഡ് മൾട്ടി ഓർഗൻ ഫെയിലിയറും ഉണ്ടാകും. ആൻഡ് നാലാമത്തെ ഒരു പ്രശ്നം പോസ്റ്റ് മെനിഞ്ചോകോക്കൽ റിയാക്റ്റീവ് ഡിസീസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടി ഉണ്ടാക്കാം. പോസ്റ്റ് മെനിഞ്ചോകോക്കൽ റിയാക്റ്റീവ് ഡിസീസ് ഈസ് ബിക്കോസ് ശരീരത്തിൽ 4 to 10 ദിവസത്തിന് ശേഷം, അസുഖത്തിന് 4 to 10 ദിവസത്തിന് ശേഷം ഇമ്മ്യൂൺ കോംപ്ലക്സ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. സോ ഇമ്മ്യൂണോ കോംപ്ലക്സ് ഫോർമേഷൻ മൂലമാണ്. പിന്നെ ഒരു പ്രശ്നം റാഷസ് ഉണ്ടാകും എന്നുള്ളതാണ്. അത് നോൺ ബലാഞ്ചിങ് റാഷസ്, അല്ലെങ്കിൽ അത് പെറ്റിഷ്യലാകാം, പെറ്റിഷ്യൽ അല്ലെങ്കിൽ പെർപ്യൂറിക് റാഷസ് ഉണ്ടാകാം എന്നുള്ളത്. ദെൻ പിന്നെയുള്ളത് പല മറ്റ് ഓർഗനിലേക്ക് ബാധിക്കുന്നത്. ഉദാഹരണത്തിന് ആർത്രൈറ്റിസ് ഉണ്ടാക്കാം, ദെൻ ഇച്ച് ഉണ്ടാക്കാം, ദെൻ ഹൃദയത്തിൽ പെരികാർഡൈറ്റിസ് പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. പോളിസിറോസൈറ്റിസ് ഇത് ഉണ്ടാക്കാം. ദെൻ പിന്നെയുള്ളത് ക്രോണിക് മെനിഞ്ചോകോക്സീമിയ, സ്ഥിരമായിട്ട് കുറേ നാൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു. സോ ക്രോണിക്. സോ ഇത്രയും അസുഖങ്ങളൊക്കെയാണ് നിസീരിയ മെനിഞ്ചൈറ്റിഡിസ് മൂലം ഉണ്ടാകുന്നത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.